Good afternoon, all. Good afternoon, ma'am. Afternoon. Okay, കഴിഞ്ഞ ക്ലാസ് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉണ്ടോ? ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഇവിടെ വരെ എടുത്തു വെച്ചത്? സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് കംപ്ലീറ്റ് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ, ഇതിന്റെ ആ ഒരു റിലേഷൻ ബന്ധം എന്ന് പറയുന്നത് വളരെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണെന്ന് നമുക്ക് കണ്ടു. കാരണം ആ ഒരു എംപ്ലോയർ എംപ്ലോയി എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യം എന്നുള്ളത്. മാർക്കറ്റിംഗ് അതേമാതിരി തന്നെ എന്താണ് ഗവൺമെന്റ് ഇൻകേസ് ഔട്ടർ അല്ലെ, നമുക്കറിയാം അതർ കൺട്രീസിലുള്ള വരെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം അല്ലെ. വിവിധ സംഘടനകളെല്ലാം തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് നന്നായി തന്നെ പോയാൽ മാത്രമാണ് ആ ബിസിനസ്സിന് ഒരു വളർച്ചയുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ്സിൽ വരുമ്പോഴും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എംപ്ലോയീസ് റിലേഷൻസിന്റെ എന്താണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താണ് നോക്കാം. Following are the objectives of industrial relations. First one, to protect workers and management's interest. ഓക്കെ, നമുക്കറിയാം അവിടെ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരു കമ്പനി ആണെങ്കിലും ഒരു ഫേം ആണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു എംപ്ലോയർ ഉണ്ടാവും. അതേപോലെ തന്നെ എംപ്ലോയറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് അവിടെ നിലകൊള്ളുന്നു. ദെൻ എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ എംപ്ലോയർ എംപ്ലോയി തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് മാനേജേഴ്സ് നന്നായിട്ട് തന്നെ പരിശ്രമിക്കും അല്ലെ. പ്രൊട്ടക്ട് ദ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ബൈ ക്രിയേറ്റിംഗ് എക്സലന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് goodwill between the various sections that are responsible for the production is the prime objective of industrial relations. Okay, നമുക്കറിയാം അവിടെ ഉൽപാദനം അല്ലെ, നമ്മൾ ഏത് യൂണിറ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത്, ഇൻ കേസ് സേവനം കഴിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും രണ്ടിന്റെയും ആ ഔട്ട്കംസ് അല്ലെ, റിസൾട്ട് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അത് വ്യവസായ ബന്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പരസ്പരം അവിടെ അല്ലെ, അവിടെ എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ലൊരു ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള ഒരു ബന്ധം വേണം അല്ലെ. റെസ്പെക്ട് ചെയ്യാനായിട്ട് എംപ്ലോയി തയ്യാറാവുകയും വേണം, എംപ്ലോയീസിന് ഉൾക്കൊള്ളാനായിട്ട് അവിടെയുള്ള മാനേജ്മെന്റും തയ്യാറാവണം അല്ലെ. അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ. പ്രൊട്ടക്ടിങ് ദ വെൽബീയിങ് വർക്കേഴ്സ് അല്ലെ, അവിടെ വർക്കേഴ്സിന്റെ അവിടെ ക്ഷേമമായിട്ടുള്ള ജീവിതത്തിന് അവരുടെ നല്ല രീതിയിലുള്ള പോക്കിന് അല്ലെ, ജീവിത ശൈലിക്ക് മാനേജ്മെന്റ് ബൈ ക്രിയേറ്റിംഗ് എക്സലന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗുഡ്വിൽ ബിറ്റ്വീൻ ദ വേരിയസ് സെക്ഷൻസ്. ഓക്കെ, അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് വേണ്ടിയിട്ട് കുറെ പ്രൊവിഷൻസുകളൊക്കെ അല്ലെ, അവിടെ നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത, നല്ലൊരു പ്രൊഡക്ഷൻ അല്ലെ, നല്ലൊരു റിസൾട്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് എന്നുള്ള ഒരു മെയിൻ എയിമിലേക്കാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് പോകുന്നത്. ഓക്കെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം, ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക അല്ലെ. ദ എയിം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് is to enhance the economic standing of workers by increasing their wages and benefits and by assisting the workers in developing an effective budget.
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു എഫക്റ്റീവ് അല്ലെ, നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അത് വികസിപ്പിച്ചു കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നല്ല ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും വേജസ് അഥവാ വേജസിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻസെന്റീവ്സോ എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള അല്ലെ ബഡ്ജറ്റിംഗ് സിസ്റ്റം ആയിരിക്കണമെങ്കിൽ ഫോളോ ചെയ്യണതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള അവരുടെ എംപ്ലോയീസിന്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഇത്രയും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പ് വേണം എന്ന് ചിന്തിക്കാനായിട്ട് എംപ്ലോയർ തയ്യാറാവുകയുള്ളൂ അല്ലെ. അപ്പൊ ദ എയിം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടു എൻഹാൻസ് ദ എക്കണോമിക് സ്റ്റാൻഡിംഗ് ഓഫ് വർക്കേഴ്സ്, അവിടെ വർക്കേഴ്സിന്റെ ആ സാമ്പത്തിക ഭദ്രത അത് വികസിപ്പിച്ചു കൊണ്ടുവരാൻ ഇൻക്രീസ് ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ വേജസ് അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവിഷൻസ് ഒക്കെ അലോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നീക്കിയിരിപ്പ് അല്ലെ അത് പ്രത്യേകമായിട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ എക്കണോമിക് ആയിട്ടുള്ള കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഓക്കെ നോക്കാം. Industrial relations handle control of the government of those units that are facing a constant loss or the ones where production is controlled for the benefit of the public. ഓക്കെ, പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് അല്ലെ അവരുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് കൺട്രോളിങ് കാര്യങ്ങൾ കൊണ്ടുവരാം. അതല്ലെങ്കിൽ നഷ്ടത്തിലോടുന്ന എന്തെങ്കിലും സ്ഥാപനമാണെങ്കിൽ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് എന്തെങ്കിലും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം അല്ലെ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഗവൺമെന്റ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ അല്ലെ. നല്ലൊരു ബന്ധം ഇൻ കേസ് നമുക്കറിയാം ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന എന്താണ് നേട്ടങ്ങൾ അല്ലെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം അത് പബ്ലിക്കിന് അല്ലെ അനുയോജ്യമായ രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗവൺമെന്റ് ഇടപെടും. നഷ്ടത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ചില ഓഹരികളൊക്കെ എന്താണ് ഗവൺമെന്റ് ഏറ്റെടുക്കും അല്ലെ. ആ ഇൻഡസ്ട്രിയിൽ അടച്ചു കൂട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പങ്കാളിത്തം അവരെ ഏറ്റെടുക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഗവൺമെന്റിന്റെയും കൂടി സപ്പോർട്ട് കിട്ടുമ്പോൾ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ ഒരു സെക്യൂരിറ്റി പൊതുജനങ്ങൾക്കിടയിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവർ ആ കമ്പനിയുടെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് അല്ലെ ഓഹരികളൊക്കെ എടുത്ത് ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിക്കും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പ്രാതിനിധ്യം അവിടെ വരുമ്പോഴാണ് അങ്ങനെ അല്ലെ ജനങ്ങളിലേക്ക് ആ ബോധവാന്മാരാവാനായിട്ടുള്ള സാധ്യതയുണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അങ്ങനെ ഇടപെടലൊക്കെ ആ ഇൻഡസ്ട്രിയിലേക്ക് ഗവൺമെന്റിന് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റിന് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. നമ്മളിപ്പോ അല്ലെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി ഇൻവോൾവ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തും. അതല്ല എങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എന്താണ് അവിടെ തൊഴിലുടമയ്ക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരെയും കൂടി പങ്കാളിയാക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. ഇറ്റ്സ് എയിം അറ്റ് ഗിവിംഗ് എ ചാൻസ് ടു ദ workers to express their views in management and participate in the decision making. മാനേജ്മെന്റിന്റെ ഉള്ളില് നമുക്കറിയാം വർക്കേഴ്സ് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അത് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെ ഒരു പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഓൾസോ ഇൻക്രീസ് വർക്കേഴ്സ് പവർ
so that their problems are solved through joint discussion between the workers and management. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള പ്രോബ്ലംസ് ഒരു പരിധി വരെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് പോകാൻ സാധിക്കും. കാരണം നമുക്കറിയാം പരസ്പരം ഒരു ഡിസ്കഷൻ നടത്തി അല്ലെ, തൊഴിലാളികളുടെ പ്രോബ്ലംസുകളൊക്കെ തൊഴിലുടമയോട് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഓരോ അവസരങ്ങൾ ഉപയോഗിച്ച് ഷെയർ ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻസ് തൊഴിലുടമകള് അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അപ്പൊ പരസ്പരം ഒരു ഡിസ്കഷൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താ അവിടെ വേണം, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം അവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ ആവശ്യമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് to develop and support labor unions. It creates and promotes labor unions so that the workers' strength can be enhanced. Okay, നമുക്കറിയാം അവിടെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ലേബർ യൂണിയന്റെയും കൂടിയൊക്കെ നല്ല പങ്കാളിത്തം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ശക്തി വർദ്ധിക്കും അല്ലെ, അവിടെ എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള ശക്തി വർദ്ധിക്കും. അങ്ങനെ ശക്തി വർദ്ധിക്കുമ്പോൾ എന്താ സംഭവം, അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് എളുപ്പം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ സ്ട്രെങ്ത് അല്ലെ അത് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ലേബർ യൂണിയൻസ് സോ ദാറ്റ് ദ വർക്കേഴ്സ് സ്ട്രെങ്ത് ക്യാൻ ബി എൻഹാൻസ്ഡ്. അത് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. എന്തായാലും ഏതൊരു വ്യവസായ സ്ഥാപനമാണെങ്കിലും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവിടെ എന്തുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, എന്തായിരിക്കും, തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. എന്തായാലും ഒരു ഫ്യൂച്ചർ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മുന്നോടിയായിട്ട് അവിടെ ഒരു തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്തെങ്കിലും അല്ലെ, ഏത് ഇഷ്യൂ ആണെങ്കിലും ചിലപ്പോൾ വേജസിന്റെ കാര്യമായിരിക്കാം, ചിലപ്പോൾ ടൈമിന്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോ എന്താണ് അവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം. ഇത് തന്നെയായാലും എന്താണ് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. Another objective is to reduce the chance of industrial conflicts and to cultivate peaceful relations that are vital characteristics of a productive workforce and industrial progress of a nation. Okay, നമുക്കറിയാം അവിടെ തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് വരണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം അല്ലെ. പരസ്പരം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടെ ഡിസ്കഷൻ ഒക്കെ നടത്തി നമുക്കൊരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് മാത്രമല്ല എന്താണ് അവിടെ വർക്കേഴ്സിന് അല്ലെ നല്ല രീതിയിലുള്ള സേവനം നടത്തുന്ന ഒരു ഇൻഡസ്ട്രി ആണ് എങ്കിൽ നമുക്കറിയാം പരസ്പരം പലതരത്തിലും നല്ല വ്യവസായ സ്ഥാപനങ്ങൾ നല്ലൊരു പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ലാതെ അവിടുത്തെ പ്രൊഡക്ഷൻ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ് വികസിച്ച് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം ആർക്ക് തന്നെയായിരിക്കും, ആ സ്ഥാപനത്തിന് ഗുണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നേഷനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നേഷൻ വളരെ നമ്മുടെ രാജ്യം തന്നെ വികസിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, തർക്കങ്ങള് ഒരു പരിധി വരെ നമുക്ക് മുൻകരുതലോടുകൂടി തടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളപ്പോഴാണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ. കേളേ ഓക്കെ. നെക്സ്റ്റ് ഇതേമാതിരി തന്നെ പറയുകയാണ് ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഓക്കെ, നമ്മള് തർക്കങ്ങൾ മാത്രമല്ല എന്താ പറയുന്നത് തടയുന്നത് അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നത്, അതിനേക്കാൾ അപ്പുറം സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും അത് കുറച്ചു കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നു. ഗെറ്റിംഗ് റിഡ് ഓഫ് സ്ട്രൈക്സ്, lockouts and heroes to the maximum extent by granting suitable wages, better life and workplace environment and promised perks and benefits is one of the main objectives of industrial relations. Okay, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെ സൂട്ടബിൾ ആയിട്ടുള്ള വേജസ് പകർന്നു കൊടുക്കുക, അതോടൊപ്പം തന്നെ ബെറ്റർ ലൈഫ് ഓഫ് വർക്ക് സ്പേസ് എൻവയോൺമെന്റ് അല്ലെ, നല്ല അന്തരീക്ഷം, നല്ല സജ്ജീകൃതമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള അന്തരീക്ഷം. നമുക്കറിയാം ഒരുപാട് ചൂടോ ഒരുപാട് തണുപ്പോ അല്ലെങ്കിൽ എന്താണ് മെഷീനറിക്കൊക്കെ എന്തെങ്കിലും അല്ലെ വേലി കിട്ടി തിരിച്ച് അത് പ്രൊട്ടക്ഷൻ ഒക്കെ നൽകുന്ന ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു എന്താണ് സ്ഥാപനമൊക്കെ ആക്കി. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത് അങ്ങനെ വരുത്തണമെങ്കിൽ
തീർച്ചയായിട്ടും അവിടെ ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. അതുമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്ട്രൈക്കും ലോക്കൗട്ടും ഹെറോയിസും ഒന്നും അവിടെ നടപ്പാക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം തർക്കങ്ങൾ വരുമ്പോൾ തന്നെ പരസ്പരം അത് കൺട്രോൾ ചെയ്ത് പറഞ്ഞൊതുക്കി തീർക്കാനൊക്കെ ആയിട്ട് തയ്യാറാണ്. ഓക്കെ, അപ്പൊ നല്ല ബെറ്റർ റിലേഷൻഷിപ്പിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം ടു സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. എന്താണ് വ്യവസായ ജനാധിപത്യം നിലനിർത്തുക അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൾസോ എയിം ടു ഡെവലപ്പ് and maintain industrial democracy, which is based on labor partnership in a profit making. Okay, നമുക്കറിയാം എപ്പോഴും അല്ലെ തീർച്ചയായിട്ടും അവിടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് കൂടുതൽ ആൾക്കാരൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ലേബർ പാർട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് മേക്കിംഗ്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു വികസനം അല്ലെ. തീർച്ചയായിട്ടും ജനങ്ങളായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്നറിയപ്പെടുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും എല്ലാ കമ്പനിയിലെ മാനേജേഴ്സും അല്ലെ അവിടെയുള്ള എംപ്ലോയേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ലേബർ പാർട്ണർഷിപ്പ് ഇൻ എ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഓക്കെ, ഈ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ജനാധിപത്യം ഉൾക്കൊള്ളുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള തൊഴിലാളികൾക്കും അവരുടെയും കൂടി കഷ്ടപ്പാടിന്റെ ഫലമാണ് നല്ല രീതിയിൽ ബിസിനസ് പോകുന്നത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് അല്ലെ അവർക്കെല്ലാം തന്നെ അവിടെയുള്ള എംപ്ലോയീസിലും പ്രോഫിറ്റുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. Then this enables individuals to develop their personality fully so that they can work for the benefit of the industry and of course for the nation. Okay, നമുക്കറിയാം ഇങ്ങനെ എല്ലാവർക്കും കൂടി ഒരേപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി ആ ഒരു വ്യക്തിത്വത്തോട് കൂടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് രാജ്യത്തിനും ഗുണകരമാണ്, വ്യവസായത്തിനും എല്ലാം ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ടു സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വായിച്ച് നോക്കാം. നമ്മളിപ്പോ 8 പോയിന്റ് എടുത്തു. Okay, then upon next നോക്കാം. To increase productivity നമ്മൾ to sustain industry democracy വരെയാണ് ഡിസ്കസ് ചെയ്തത്. Okay, നോക്കാം. To increase the productivity, another objective of industrial relations is to enhance the productivity to superior level by ensuring that the employees work with full strength. ഓക്കെ, നമുക്കറിയാം ഉൽപാദനക്ഷമത കൂട്ടണമെങ്കിൽ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സുപ്പീരിയർ ലെവലിൽ നമ്മൾ ഉറപ്പുവരുത്താൻ അല്ലേ നല്ല രീതിയിൽ തന്നെ
അവിടെയുള്ളവരെല്ലാവരും തന്നെ വർക്ക് ചെയ്യുമ്പോഴാണ് സൂപ്പർവൈസർ ഓക്കെ, അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം ഓക്കെയാണ്, നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണെന്നുള്ളത് വിലയിരുത്തുമ്പോഴാണ് തീർച്ചയായിട്ടും ഉത്പാദനക്ഷമത വർദ്ധിക്കുന്നത് അല്ലെ. അവിടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ സുപ്പീരിയേഴ്സ് നമ്മള് അറിയാം തൊഴിലാളികൾക്കിടയിൽ വരുമ്പോൾ അവരൊക്കെയാണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവർ പറയുന്നതൊക്കെ കേട്ട് ചെയ്തു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കാര്യം വേണം, സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലൊക്കെ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു അഭേദ്യമായിട്ടുള്ള എന്ത് വേണം, എന്തെങ്കിലും വേണോ, നല്ലൊരു റിലേഷൻ വേണ്ടേ, നല്ലൊരു ബന്ധം വേണ്ടേ. അതല്ലെങ്കിൽ എന്താണ് കമാൻഡ് ആൻഡ് ഓർഡർ പോലെ സൂപ്പർവൈസേഴ്സ് വന്ന് എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ. അവരും കൂടി അല്ലെ ഒരു കുറച്ചും കൂടി കെയർ ചെയ്ത് എംപ്ലോയീസിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയീസ് അത് ഓക്കെ ആയിട്ട് രാജി ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ കൂടുതലായിട്ട് നന്നായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. അതാണ് അവിടെ പറയുന്നത്. സുപ്പീരിയർ ലെവൽ ബൈ എൻഷുറിംഗ് ദ എംപ്ലോയീസ് വർക്ക് വിത്ത് ഫുൾ സ്ട്രെങ്ത്, നല്ല ഊർജ്ജസ്വലമായിട്ട് തന്നെ ഫുൾ സ്ട്രെങ്തോട് കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ടും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം, ടു പ്രൊവൈഡ് proprietary interest. Okay, finally, it provides ownership to the workers in the organization where they are working. Okay, അവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കാര്യമായിട്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സിന് എന്താണ് അവിടെ ഓണർഷിപ്പ് അല്ലെ, ടു പ്രൊവൈഡ്സ് ഓണർഷിപ്പ് ടു വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ, അത് അവരുടെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭ്യമാക്കുന്നു അല്ലെ. The objective of industry relations is to fill the gap between the different section of the industry and the society and reform the complicated social relationship developing as a result of a technological progress by regulating and monitoring members and adjusting their profits in industry. Okay, വലിയൊരു സെന്റൻസ് ആണ് പോയത്. അതായത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യവസായത്തിലെ സമൂഹത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗങ്ങളാണ് അവിടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് സമൂഹവും ആ വ്യവസായം തമ്മിലുള്ള വിടവ് അല്ലെ. ഇവിടെ വ്യവസായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ പങ്കാളിയാകും അല്ലെ, അവിടെ ഇൻവോൾവ് ചെയ്യണം ഓരോ പ്രവർത്തനത്തിലും. നമുക്കറിയാം ഇപ്പൊ ഒരു സാങ്കേതിക വിദ്യ അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ സാങ്കേതിക വിദ്യയുടെ പുരോഗതി അനുസരിച്ചിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് അതിനനുസരിച്ചിട്ടുള്ള അല്ലെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കണമെങ്കിലും നമുക്കറിയാം ആർക്കാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള അല്ലെ, അന്ന് തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിന്റെ റിസൾട്ടും നല്ലതായിരിക്കും അല്ലെ. റിസൾട്ട് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ബൈ റെഗുലേറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് മെമ്പേഴ്സ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദെയർ കോംപ്ലക്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അല്ലെ, അവരവരുടെ പരസ്പര ധാരണകൾ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഒന്നിച്ച് നിന്ന് പങ്കാളിയാവാനായിട്ട് സാധിക്കും. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, നമ്മളെല്ലാ പോയിന്റ്സും പറഞ്ഞു. ജസ്റ്റ് 10 പോയിന്റ്സ് ആണ് ഉള്ളത്, ഒന്ന് വായിച്ചു നോക്കാം. ആ ഹെഡിങ്
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ് റിലേഷൻസിന്റെ എൻറ്റിറ്റീസ് ഉണ്ട് അല്ലെ, എന്താ സ്കോപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടേംസ് ഉണ്ട്. ഇതിന്റെ കളക്റ്റീവ് ബാർഗൈനിങ്ങിനും ഉണ്ട് അല്ലെ. എല്ലാത്തിനും എന്താണ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ കൂടി എല്ലാ അല്ലെ എല്ലാ കാര്യങ്ങളും സ്കോപ്പ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആ ഹെഡിങ്സ് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ വരാവുന്ന സാധ്യതകൾ അല്ലെ, എന്താണ് സ്കോപ്പ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ വരാൻ സാധ്യതയുള്ള മേഖലകൾ ജസ്റ്റ് ആ ഹെഡിങ്ങുകൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നോക്കാം. എല്ലാ പോയിന്റ്സ് ഒക്കെയാണ്. നെക്സ്റ്റ് നോക്കാം, ആക്ടേഴ്സ് ഇൻ എംപ്ലോയി റിലേഷൻസ്. Actors in employee relations. Okay, the system of industrial relations consists of mainly 3 actors or the participants. Participants are in the number employee relations വ്യക്തിത്വങ്ങൾ അല്ലെ. അതേതൊക്കെ നോക്കാം. ആക്ടേഴ്സ് ആണ് considered as a single set of variables. However, their extent of influence varies from each other. The 3 actors of employee relations are as follows. അതായത് നമുക്കറിയാം അതിന്റെ വ്യക്തിയൊക്കെ പറയുന്നത് പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്, വേരിയബിൾ ആണ് അല്ലെ. കാരണം നമുക്കറിയാം അതിന്റെ ആ ഒരു തലം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒന്നിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണ് അല്ലെ. അത് ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വേണം what is to the industrial relations employees ഗവൺമെന്റ്. ഓക്കെ, ഒരു സ്ഥാപനം ആകുമ്പോൾ നമുക്കറിയാം അവിടെ തൊഴിലുടമയുണ്ട്, തൊഴിലാളികളുണ്ട്, പിന്നെ സർക്കാരുണ്ട്. അങ്ങനെ 3 കൂട്ടരായിട്ട് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിലകൊണ്ട് പ്രവർത്തിക്കുന്ന ആരായിരിക്കും? അതായത് ഒരു സ്ഥാപനത്തിന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അല്ലെ, ഒരു കൂട്ടം പ്രതിനിധികളെ പറയുന്ന പേരാണ് ട്രേഡ് യൂണിയൻ. ഓക്കെ, ഇപ്പോ പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടാവാം. ഇൻ കേസ് ഏതൊരു കമ്പനിക്കും അവരുടേതായിട്ടുള്ള എന്താണ്
ബെനിഫിറ്റ്സ് അതൊക്കെ ആക്റ്റീവ് ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് തീർച്ചയായിട്ടും എംപ്ലോയീസിനെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ എംപ്ലോയീസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ ആണ്. ദെൻ എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ തൊഴിലുടമകളുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് എംപ്ലോയർ അസോസിയേഷൻ. അവരുടേതായിട്ടുള്ള തൊഴിലുടമ നമുക്കറിയാം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ ഏതൊരു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവർ പ്രതീക്ഷിക്കുമോ? അവർ കുറച്ച് പണമൊക്കെ ഇറക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവരതിനനുസരിച്ചുള്ള റിട്ടേൺ പ്രതീക്ഷിക്കും. ഇൻ കേസ് ആ റിട്ടേണുകൾ പ്രതീക്ഷിച്ച് എത്ര കിട്ടുന്നില്ല എങ്കിൽ ചിലപ്പോൾ അവരൊരു മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും തൊഴിലുടമയ്ക്കൾക്ക് വേണ്ടി മാത്രം. അപ്പൊ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്നോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്താണ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനുകളാണ്. അതേസമയം എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ റിലേഷൻ എംപ്ലോയർ അസോസിയേഷൻസ്, അതായത് തൊഴിലുടമ സംഘടനകൾ. അവര് മാത്രമാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യം മനസ്സിലാക്കാം. എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന യൂണിയനുകളാണ് ട്രേഡ് യൂണിയൻ. അതേമാത്രം തന്നെ തൊഴിലുടമയ്ക്ക് എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന യൂണിയനാണ് എംപ്ലോയേഴ്സ് അസോസിയേഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കാനുണ്ട് എംപ്ലോയേഴ്സ് അസോസിയേഷൻ ഏതൊക്കെയാണെന്നും ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കറിയാം കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഉപഭോക്താക്കള് അവര് നേരെ എന്താണ് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. ആ ഇൻഡസ്ട്രിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതേസമയം അവര് എന്താണ് കോർട്ടിന്റെ അണ്ടറിലാണ് പോയി എന്തെങ്കിലും രേഖാമൂലമുള്ള പേപ്പർ വർക്കുകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ 3 വിഭാഗങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എഴുതുക: എംപ്ലോയീസ്, എംപ്ലോയേഴ്സ്, ഗവൺമെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് വായിച്ച് നോക്കണോ? അത് പഠിച്ചു പോയേക്കട്ടോ. ജസ്റ്റ് പഠിച്ചു നോക്കോ. ഫസ്റ്റ് നമുക്ക് നോക്കാം വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. വർക്കേഴ്സ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അപ്പൊ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആരാന്ന് ചോദിച്ചാൽ എന്താണ്? വർക്കേഴ്സ്. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ഒരു വ്യവസായ സ്ഥാപനത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലെ ആണെങ്കിലും അവിടെയുള്ള എന്താണ് ഹെൽപ്പേഴ്സ്, അതായത് തൊഴിലാളികൾ തീർച്ചയായിട്ടും എന്താണ് പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് ആ വ്യവസായത്തിന്റെ. വർക്കേഴ്സ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ഏജ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, കൾച്ചർ എക്സെട്ര. നമ്മുടെ വർക്കേഴ്സിനെ നോക്കുമ്പോൾ ഓരോ വ്യക്തിയെ പോലെ തന്നെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തികളുടെ അഭിരുചിയും എല്ലാ കഴിവുകളും അല്ലെ. എല്ലാം വ്യത്യസ്തമായിരിക്കില്ലേ? ആയിരിക്കുമോ? വ്യത്യസ്തമായിരിക്കുമോ? ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം അവര് മൊത്തത്തില് ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അല്ലെ. നമുക്കറിയാം അപ്പൊ അവര് തീർച്ചയായിട്ടും ഒരു അവിഭാജ്യ ഘടകമാണ്. പിന്നെ പറയാണ് ഡിഫറെന്റ് ഏജ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, കൾച്ചർ
എക്സെട്ര. ഓക്കെ, ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. Then workers continuously strives to make their employment terms and continuously better. ഓക്കെ, വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തലവെച്ചു അല്ലെ, എന്താണ് കുറച്ച് പ്രധാനമായിട്ട് തന്നെ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് എന്താണ് എപ്പോഴെപ്പോഴും നിയമാനുസൃതമായിട്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള ഏണിങ്സ് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. Then and conditions better. Workers continuously strive to make their employment terms and conditions better. They share their viewpoints and their problems with the management. ഓക്കെ, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടി പോവുകയാണെങ്കിൽ അവിടെ എന്താണോ ബുദ്ധിമുട്ട് അല്ലെ, അത് എന്താണോ അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ എന്താണോ എന്താണ് സ്പെഷ്യലി ആഗ്രഹിച്ചത് അതനുസരിച്ചിട്ട് തന്നെ നേടാൻ പറ്റിയിട്ടുണ്ടോ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് വർക്കേഴ്സിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് കൂടുതൽ വാല്യുബിൾ, കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഷെയർ ചെയ്യുന്ന പോയിന്റ്സുകളൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ്. Then they also intended to be a part of a manager's decision making process. Then അതേമാതിരി തന്നെ മറ്റൊരു കാര്യമുണ്ട് അല്ലെ, തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള നടപടിക്രമം അല്ലെ, അതിലും നമുക്കറിയാം ഒരു പങ്കാളിത്തം അവിടെയും ആവശ്യമാണ് അല്ലെ. To achieve all this, the workers come together to form the trade union, also known as workers organizations against management, and get maximum help from these unions. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണ് വർക്കേഴ്സിന് തൊഴിലുടമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇറക്കുന്ന തൊഴിലിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് നേടിയെടുക്കണമെല്ലാം തീർച്ചയായിട്ടും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത് അല്ലെ, അത് നേടിയെടുക്കാനായിട്ട് മാനേജ്മെന്റ് ആൻഡ് ഗെറ്റ് മാക്സിമം ഹെൽപ്പ് ഫ്രം ദിസ് യൂണിയൻസ്, യൂണിയനിൽ നിന്ന് ഒരുപാട് ഹെൽപ്പുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രദാനം ചെയ്തു. The primary objectives of the trade union is to safeguard the economic rights of the workers with the help of collective bargaining and also by exerting pressure on the management using political and economic stages. Okay. അതായത് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ മറ്റുള്ള യൂണിയനുകളിലേക്കൊക്കെ പെട്ടുപോയാൽ ചിലപ്പോൾ യൂണിയൻ മാത്രമല്ല, യൂണിയനിന് പുറമെ നമുക്കറിയാം രാഷ്ട്രീയ സ്വാധീനമുള്ള ഘടകങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാവരും കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് അത് തീർച്ചയായിട്ടും നമുക്കറിയാം വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ അല്ലെ, അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് തൊഴിലാളികളും തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Then എന്താണ് അവിടെ പറയുന്നത്, the primary objectives of the trade union is to safeguard the economic rights to the workers with the help of collective bargaining and also by exerting pressure on the management use of political and economic strategies. Okay, അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അവിടുത്തെ ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കറിയാം, അവിടെയുള്ള വർക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ, അത് റൈറ്റ്സ് എന്തെങ്കിലും അവകാശപ്പെട്ടത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാർഗൈൻ ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, നോക്കാം. The primary objectives of the trade union is to safeguard economic rights of workers with the help of a collective bargaining. Collective bargaining എന്ന് പറയുമ്പോൾ വിലപേശം ഇരിക്കുക അല്ലെ. And so by ascertain the pressure on the management using political and economic strategies. നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പല ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്ന അവരുടെയൊക്കെ സ്വന്തം ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും തൊഴിലുടമകള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. മെഡിസിൻ കഴിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു ക്ഷീണമുണ്ട്. അപ്പോ ജസ്റ്റ് വായിക്കാം.
points on the note there. Workers are an integral part of the industrial relations. Okay. Point, the primary objectives of the trade union is to safeguard the economic rights of the workers with the help of collective bargaining. Okay. Okay, employers നമുക്കറിയാം ഇതില് അല്ലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് തൊഴിലുടമകളാണ്. തീർച്ചയായിട്ടും എന്താണ് ബൈ എൻഫോഴ്സിംഗ് ലേബർ ലെജിസ്ലേഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ലേബറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ അല്ലെ റിലേഷൻഷിപ്പിന്റെ ബേസിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിയമ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ the workers is expected to abide by the rules and laws അല്ലെ. അപ്പൊ അവിടെ who is expected to abide by the rules and laws. Okay, അതായത് നിയമങ്ങളും ചട്ടങ്ങളൊക്കെ അനുസരിക്കാനായിട്ട് പാലിച്ചു പോകാനായിട്ട് ആരാണ് അതിന് തയ്യാറാവേണ്ടത്? വർക്കേഴ്സ് അതിന് തയ്യാറാവേണ്ടതാണ്. അതിന്റെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കുക. Then to balance the situation and stand at a par with the trade unions, employers also have their organizations. ഇപ്പൊ നമുക്കറിയാം തൊഴിലാളികൾ മാത്രമുള്ള ഓർഗനൈസേഷന്റെ ഭാഗമായി വരുന്നത് തൊഴിലുടമകളും ഓർഗനൈസേഷന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ട് ട്രേഡ് യൂണിയൻ ആൻഡ് സേഫ്ഗാർഡ് എംപ്ലോയേഴ്സ് ഈസ് വെൽബീയിങ്. ഇപ്പോഴും തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു വെൽബീയിങ് ആയിട്ട് അല്ലെ നല്ല രീതിയിലുള്ള നടത്തിപ്പ് കൊണ്ട് തന്നെയാണ് അത് നന്നായിട്ട് തന്നെ മൂവ് ചെയ്ത് പോകുന്നത്. നമുക്കൊരു ഈ പോയിന്റ് കൂടി ജസ്റ്റ് നോക്കിയേക്കാം. ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. ഗവൺമെന്റ് ഈസ് സപ്പോസ്ഡ് ടു ബി കെയർടേക്കർ ഓഫ് ദ നേഷൻ. നോക്കാം, നേഷന്റെ ഒരു കെയർടേക്കർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഗവൺമെന്റ് എന്നുള്ളത്. therefore it plays a balancing role. കാരണം നമുക്കറിയാം ഗവൺമെന്റ് ആണ് കുറച്ച് ബാലൻസ് റോൾ ഉണ്ടാക്കുക അല്ലെ. ചിലപ്പോ ഇപ്പോ നമ്മളുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നഷ്ടത്തിൽ പോണ കമ്പനികളൊക്കെ എന്തെങ്കിലും അടച്ചു കൂട്ടാതെ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ തയ്യാറാവുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഇറ്റ് അഫക്ട്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബൈ ഫോർമുലേറ്റിംഗ് ദ പോളിസി ഓഫ് ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നോക്കാം, implementing labor relations, act as a mediator and resolve disputes etc. Okay, നമുക്കറിയാം എന്താണ് എല്ലാ ഇൻഡസ്ട്രികളും അല്ലെ അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് ആ ഒരു ഫോർമുലേഷൻ ഒക്കെ തയ്യാറാക്കേണ്ടത്. അവിടെ വീണ്ടും പറയുന്നുണ്ട് implementing labor legislation, act as a mediator and resolve dispute etc. Okay, അവിടെ എന്താണ് വലിയ റോളൊന്നും കളിക്കുന്നില്ല. അതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇന്റൻസ് ടു കൺട്രോൾ ദ വർക്കിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് ഇൻ ഓർഗനൈസേഷൻ. അത് മാത്രമല്ല തൊഴിലാളികളും തൊഴിലുടമയും തമ്മിൽ നല്ലൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യുന്നുണ്ട്. The central and the state government controls and effective industrial relations using law. Okay. അറിയാം എപ്പോഴും നിയമങ്ങളും എഗ്രിമെന്റ് ആണെങ്കിലും അവാർഡ് ആണെങ്കിലും കോട്ടെ എന്ത് ഓർഡർ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയൊക്കെ നല്ലൊരു കൺട്രോളിങ്ങോട് കൂടിയിട്ടായിരിക്കും അത് നടപ്പാക്കുന്നത്. Then third parties and labor and tribunal courts come in the category. Okay. അവിടെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം അല്ലെ ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ എഗ്രിമെന്റ് ആണെങ്കിലും നിയമങ്ങളാണെങ്കിലും അവാർഡുകളാണെങ്കിലൊക്കെ എന്താണ് അതിന് ഒരു കൺട്രോളിംഗ് പവർ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാവുമ്പോൾ സ്മൂത്ത് ആയിട്ട് അത് പോകാനായിട്ട് സാധിക്കും. തേർഡ് പാർട്ടീസ് ആൻഡ് ലേബർ ആൻഡ് ട്രൈബ്യൂണൽ കോർട്സ് കം ഇൻ ദ കാറ്റഗറി. ഓക്കെ, ഇവിടെ കേസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇവരായിരിക്കും അല്ലെ. തേർഡ് പാർട്ടി ആൻഡ് ലേബർ ആൻഡ് ട്രൈബ്യൂണൽ കോർട്സ് കം ഇൻ ദിസ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ നമുക്കറിയാം എല്ലാവർക്കും ഇത് എന്താണ് തൊഴിലിന് പരിരക്ഷ കിട്ടാൻ പറ്റുന്ന
എല്ലാ നിയമങ്ങളൊക്കെ ഇതിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്ന നിയമവശങ്ങൾ വെച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് സൊല്യൂഷനൊക്കെ കണ്ടെത്തി കൊണ്ടുപോകുന്നത്. ഗവൺമെന്റും സ്റ്റേറ്റും അവരുടേതായിട്ടുള്ള റോള് അല്ലെ, അവരുടേതായിട്ടുള്ള പങ്ക് കൃത്യമായിട്ട് തന്നെ അവിടെ വഹിക്കുന്നുണ്ട്. അത് അങ്ങനെ 3 ആക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ആരൊക്കെയാണ്? എംപ്ലോയീസ്, എംപ്ലോയേഴ്സ് ആക്ട്, ഗവൺമെന്റ്. തൊഴിലുടമ, തൊഴിലാളികള്, ഗവൺമെന്റ്. തൊഴിലുടമ ഒരു നിശ്ചിത ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എംപ്ലോയീസിന്റേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ദെൻ ഗവൺമെന്റും കൂടി ഇടപെട്ടിട്ടാണ് പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ ആ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 2 ദിവസം അവധിയുണ്ടല്ലോ, അതോടുകൂടി നമുക്ക് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ശരിയാവുമായിരിക്കും. ക്ലിയർ ആണോ? ഇന്നെടുത്തത് എന്തായാലും വായിച്ചു നോക്കണേ. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.